ബാക്ക് ടു റെയിൻബോ ക്ലാസ്സസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ മാത്സിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ടേക്ക് പോകാം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം തന്നെ തന്നിരിക്കുന്നത് നമ്പർ പാറ്റേൺസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 1, 2, 3, അതായത് 1 മുതൽ അങ്ങോട്ടുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വിളിക്കുക. ഈവൺ നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരട്ട സംഖ്യകൾ, അതായത് 2, 4, 6 പോലത്തെയുള്ള സംഖ്യകളെയാണ് നമ്മൾ ഈവൺ നമ്പേഴ്സ് എന്ന് വിളിക്കുക. ഓഡ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ 1, 3, 5 നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഹാഫ്, അതായത് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 1, 2, 3 ആണ്. അപ്പം അതിൻ്റെ പകുതിയാണ് 1ൻ്റെ പകുതി അര, 2ൻ്റെ പകുതി 1, 3ൻ്റെ പകുതി 1.5 നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1ൻ്റെ സ്ക്വയർ 1 തന്നെ വരും, 2ൻ്റെ സ്ക്വയർ 4 വരും, 3യുടെ സ്ക്വയർ 9 വരും. അങ്ങനെ ഇത് കടന്നിങ്ങനെ പോകും. അപ്പോൾ എന്താണ് നമ്പർ സീക്വൻസ് എന്നാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഈ കളക്ഷൻ ഓഫ് നമ്പേഴ്സ് ഇൻ വിച്ച് ആർ ഓർഡേർഡ് ആസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് സോ ഓൺ ലൈക്ക് ദിസ് അക്കോർഡിംഗ് ടു സം റൂൾ. നമ്മളിപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് 1ൽ സ്റ്റാർട്ട് ചെയ്തു, അത് കഴിഞ്ഞ് 1 കൂട്ടി 2 ആയി, പിന്നെ അടുത്ത ഒരു 1 കൂടി കൂട്ടി 3 ആയി. അപ്പോൾ ഇത് 1 കൂട്ടി പോകുന്ന സംഖ്യകളാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി ഇവൺ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ആയിരുന്നു ആദ്യം, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? 2ൻ്റെ ഒപ്പം 2 കൂട്ടി 4 ആയി, 4ൻ്റെ ഒപ്പം വീണ്ടും 2 കൂട്ടി 6 ആയി. അപ്പോൾ ഇവൺ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു സംഖ്യയുടെ ഒപ്പം ഫസ്റ്റ് ഇവൺ നമ്പർ എന്ന് പറയുന്നത് 2 ആണെന്നറിയാം. അപ്പോൾ 2ൻ്റെ ഒപ്പം 2 കൂട്ടി പോയിട്ടാണ് എന്ത് വന്നിരിക്കുന്നത്? നമ്മുടെ ഇവൺ നമ്പേഴ്സ് വന്നിരിക്കുന്നത്. ഓഡ് നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്. 1 ആണ്, 1ൻ്റെ ഒപ്പം 2 കൂട്ടിയപ്പോൾ 3 കിട്ടി, 3ൻ്റെ ഒപ്പം 2 കൂട്ടിയപ്പോൾ 5 കിട്ടി. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? നമ്മുടെ ഓഡ് നമ്പേഴ്സ് കിട്ടിയിട്ടുള്ളത്. ഇനി ഹാഫ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സിൽ ആദ്യം നാച്ചുറൽ നമ്പറിൻ്റെ പകുതി ഹാഫാണ്, അതിൻ്റെ ഒപ്പം ഒരു ഹാഫും കൂടി കൂട്ടിയപ്പോൾ 1 കിട്ടി, പിന്നെ ഒരെണ്ണം കൂടിയും കൂട്ടിയപ്പോൾ 1.5 കിട്ടി. അങ്ങനെയാണ്. ഇനി സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നോക്കിയേ, 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9. അങ്ങനെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറും നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ പറഞ്ഞ നമ്പേഴ്സിനൊക്കെ ഒരു സെറ്റ് ഓഫ് റൂൾ ഉണ്ട്, അതായത് അവരൊരു പ്രത്യേക തരം പാറ്റേൺ ഫോളോ ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രത്യേക തരം പാറ്റേൺ ഫോം ചെയ്തിട്ടാണ് ഈ നാച്ചുറൽ നമ്പേഴ്സൊക്കെ പാറ്റേൺസൊക്കെ നമ്പർ പാറ്റേൺസൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മൾ എഴുതിയിട്ടുള്ളത്. അങ്ങനെ ഒരു നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പേഴ്സിനെ എഴുതുന്ന ഈ രീതിയെ പറ്റിയിട്ടാണ്. അതായത് ചില റൂൾ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ 1ൻ്റെ ഒപ്പം 1 കൂട്ടിയിട്ടാണ് പോകുന്നത്, 2ൻ്റെ ഒപ്പം 1 കൂട്ടി 3, അങ്ങനെ 1 കൂട്ടി എഴുതുന്നത്. അപ്പോൾ ഒരു സെറ്റ് ഓഫ് റൂളിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ നമ്പർ പാറ്റേണുകളൊക്കെ എഴുതിയിട്ടുള്ളത്. അങ്ങനെ ഒരു സെറ്റ് ഓഫ് റൂൾ അനുസരിച്ച് നമ്പേഴ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നമ്പർ സീക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്പർ സീക്വൻസ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. നമ്പർ സീക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പേഴ്സിന് 1, 2, 3 എന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ അതിനെന്തുണ്ട്? കുറച്ച് റൂൾസ് ഉണ്ട്. അങ്ങനെ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നമ്പർ സീക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് നമ്പർ സീക്വൻസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. സച്ച് സീക്വൻസ് ഓഫ് ആൻ അറേസ് കമ്പ്യൂട്ടിംഗ് വേരിയസ് മെഷർമെൻറ്റ്. ഒരു എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്. പോളിഗൺ, അതായത് വി ഓർഡർ പോളിഗൺ അക്കോർഡിംഗ് ടു ദി നമ്പർ ഓഫ് സൈഡ്, ട്രയാങ്കിൾസ്, ക്വാഡ്രാറ്റർ, പെൻറ്റഗൺ ആൻഡ് സോ കാൽക്കുലേറ്റ് സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ. പോളിഗൺസ് ആയ നമുക്കറിയാം, പോളിഗൺസിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് പോളിഗൺസ്, അതായത് ട്രയാങ്കിളിൻ്റെ, ക്വാഡ്രാറ്ററിൻ്റെ, പെൻറ്റഗണിൻ്റെ, ഇതിൻ്റെ ഒക്കെ ഇന്നർ ആംഗിൾസിൻ്റെ സം എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ട്രയാങ്കിൾ എന്ന് പറയുന്ന അതിൻ്റെ ഇന്നർ ആംഗിളിൻ്റെ സമ്മിൻ്റെ ഒരു ഓർഡർ, ഒരു നമ്പർ സീക്വൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻറ്റീരിയർ ആംഗിളിൻ്റെ, അതായത്
പോളിഗൺസിൻ്റെ ഇൻറ്റീരിയർ ആംഗിളുടെ സമ്മ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് n-2 × 180. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോളിഗൺസിൻ്റെ ഒക്കെ ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സമ്മ് കണ്ടുപിടിക്കാം. ഇതിൽ n എന്ന് പറയുന്നത് ആ പോളിഗണിന് എത്ര സൈഡ് ഉണ്ടോ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, n എന്ന് വിളിക്കുക. അപ്പോൾ നമുക്ക് ഏതൊക്കെ എഴുതേണ്ട, ട്രയാങ്കിൾ എഴുതണം, ക്വാഡ്രാറ്ററൽ എഴുതണം, പെൻറ്റഗൺ എഴുതണം. ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ട്രയാങ്കിളിന് എത്ര സൈഡ് ഉണ്ട്, 3 സൈഡ് ഉണ്ട്. അപ്പോൾ എന്നിന് 3 കൊടുക്കുക, 3 - 2 ഇൻറ്റു എന്ത് കൊടുക്കുക, 180 എന്ന് കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടും, 3 - 2 1 ഇൻറ്റു 180 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 180 കിട്ടും. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ സീക്വൻസ് ആയിട്ട് എഴുതിയേക്കണേ, 180 എന്നായിട്ട് എഴുതിയേക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്തത് ഏതാ, ക്വാഡ്രാറ്റർ. ക്വാഡ്രാറ്റർ എന്ന് പറയുമ്പോൾ അതിന് എത്ര സൈഡ് ഉണ്ട്, 4 സൈഡ്. അപ്പോൾ 4 - 2 എന്ത് വരും, 4 - 2 ഇൻറ്റു 180 എന്ന് വരും. 4 - 2 എന്ന് പറയുമ്പോൾ 2 വരും. 2 ഇൻറ്റു 180 എത്ര നമുക്ക് കിട്ടും, 360 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നമുക്കുള്ളത് ഏതാണ്, പെൻറ്റഗൺ ആണ്. പെൻറ്റഗൺ എന്ന് പറയുമ്പോൾ 5 സൈഡ്. അപ്പോൾ 5 - 2 ഇൻറ്റു 180 എന്ന് വരും. അപ്പോൾ 5 - 2 എന്ന് പറയുമ്പോൾ എത്ര വരും, 3 എന്ന് വരും. 3 ഇൻറ്റു 180 നമുക്ക് എത്ര കിട്ടും, 540 കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത് ചോദിക്കുന്ന എന്താണ് ചോദിക്കാമെന്നറിയോ, നമ്മുടെ അടുത്ത് ചോദിക്കുകയാണത്, അതായത് ട്രയാങ്കിളിൻ്റെയും ക്വാഡ്രാറ്ററിൻ്റെയും പെൻറ്റഗണിൻ്റെയും ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സമ്മിൻ്റെ ഒരു സീക്വൻസ്, നമ്പർ സീക്വൻസ് ഉണ്ടാക്കാനായിട്ട് ചോദിക്കും. അപ്പോൾ ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് n-2 × 180 ആണ്. ഇതിൽ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ് ഓഫ് ദി പോളിഗൺ ആണ്. അപ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്താൽ മതി, കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് തന്നിട്ടുള്ളത്, നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നോക്കിയേ, ഒരു ട്രയാങ്കിൾ ആണ് തന്നിരിക്കുന്നത്, ഒരു ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഇതിൻ്റെ ആംഗിൾ 90 ഡിഗ്രി ആണ്. ഓക്കെ ആണല്ലോ. അതായത് ഇവിടെ നമുക്ക് ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോടെന്യൂസിൻ്റെ ലെങ്ത്തിൻ്റെ സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ 1 മീറ്റർ ആണ്, ഇവിടെയും 1 മീറ്റർ ആണ്. അതായത് നമ്മുടെ ലെങ്ത്തും 1 മീറ്റർ ആണ്, ബേസും 1 മീറ്റർ ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിൻ്റെ ഹൈപ്പോടെന്യൂസ് കണ്ടുപിടിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഹൈപ്പോടെന്യൂസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് b² / ലെങ്ത്ത് സ്ക്വയർ ആണ്. അതായത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ കർണം എന്നാണ് ഹൈപ്പോടെന്യൂസിനെ മലയാളത്തിൽ വിളിക്കുന്ന പേര്. അപ്പോൾ ഹൈപ്പോടെന്യൂസ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ബാക്കി രണ്ടിൻ്റെയും സ്ക്വയർ, അത് രണ്ടിൻ്റെ ലെങ്ത്തിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ 1ഉം ഇവിടെ 1 ആയതുകൊണ്ട് 1ൻ്റെ സ്ക്വയർ പ്ലസ് 1ൻ്റെ സ്ക്വയർ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 1ൻ്റെ സ്ക്വയർ 1, 1ൻ്റെ സ്ക്വയർ 1, അപ്പോൾ 2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ √2 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യത്തെ സീക്വൻസ് √2 കിട്ടി. ഇനി അടുത്തത് നമുക്ക് ഇവിടെ √2 ആണ് കിട്ടിയത്. ഇതിൻ്റെ ലെങ്ത് എത്രയായിരിക്കും, √2ൻ്റെ സ്ക്വയർ പ്ലസ് 1ൻ്റെ സ്ക്വയർ. √2ൻ്റെ സ്ക്വയർ എത്രയാ, 2. നമുക്ക് എല്ലാവർക്കും അറിയാം √2 എന്ന് പറയുന്നത് അതിൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ ഈ റൂട്ട് പോവും. അപ്പോൾ √2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് √2ൻ്റെ സ്ക്വയർ 2 പ്ലസ് 1ൻ്റെ സ്ക്വയർ 1 തന്നെ. അപ്പോൾ √2 + 1 എന്ന് പറയുമ്പോൾ √3 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എത്ര കിട്ടും, √3 കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ √3 കിട്ടി, ഇവിടെ 1 കിട്ടി. ഇതിൻ്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കും, √3യുടെ സ്ക്വയർ പ്ലസ് 1ൻ്റെ സ്ക്വയർ എത്ര കിട്ടും, √3യുടെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാ, 3 പ്ലസ് 1 എന്ന് പറയുന്നത് എത്ര കിട്ടും, 4 എന്ന് കിട്ടും അല്ലേ. √4 നമുക്ക് 2 എന്ന് എഴുതിക്കൂടെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ 2 എന്നാണ് കിട്ടിയത്, കണ്ടോ. അപ്പോൾ നമുക്കൊരു നമ്പർ സീക്വൻസ് ഇങ്ങനെ ഒരു സംഭവം കിട്ടി. അതായത് ഫസ്റ്റ് നമുക്ക് √2 എന്ന് കിട്ടി, പിന്നെ √3 എന്ന് കിട്ടി, പിന്നെ 2 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. ഇത് ടെസ്റ്റ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഇവിടെ അടുത്ത ഒരു നമ്പർ സീക്വൻസ് ആണ് തന്നിരിക്കുന്നത്, ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് 1. അതായത് 1ൽ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1ൽ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പർ ആദ്യത്തെ 1 ആണ്, പിന്നെ 11 ആണ്, പിന്നെ 21, പിന്നെ 31, അങ്ങനെ തുടർന്ന് പോകും. പിന്നെ നമുക്ക് അടുത്ത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിനെ നമുക്ക് എങ്ങനെയും പറയാം, ഈ ഒരു നാച്ചുറൽ നമ്പേഴ്സിനെ, ഈ നമ്മൾ എഴുതിയിട്ടുള്ള ഈ ഒരു സീക്വൻസിന് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു രീതിയാണ് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ എൻഡിങ് ഇൻ 1. അതായത് 1ൽ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് എന്ന് നമുക്ക് എഴുതാം. അതേപോലെ തന്നെ നമുക്ക് ഇതിനെ വേറൊരു രീതിയിലും ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും, ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവൈഡിങ് ബൈ 10. അതായത് ഈ നമ്പേഴ്സിനൊക്കെ 10 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 1
കിട്ടുന്ന നമ്പേഴ്സായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നമ്പേഴ്സിനെ ആക്കാൻ പറ്റും. അതായത് ഇപ്പോൾ 11 ഞാൻ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഓർ 10 10, ബാക്കി എത്ര കിട്ടും, 1 കിട്ടിയില്ല റിമൈൻഡർ. അതേപോലെ തന്നെ 21 10 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്ത് നോക്കിയേ, 20, ബാക്കി ശിഷ്ടം 1, റിമൈൻഡർ 1. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സീക്വൻസിനെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കിയാൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് ആണ് തന്നിരിക്കുന്നത്. വി ക്യാൻ മേക്ക് ട്രയാങ്കിൾ ബൈ സ്റ്റാക്കിംഗ് ഡോട്ട്, അതായത് ട്രയാങ്കിൾസ് കുറേ ഡോട്ടുകൾ അടുക്കി ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ റൈറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട് ഇൻ ഈച്ച് ട്രയാങ്കിൾ, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട് നീഡഡ് ടു മേക്ക് നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ് ഇൻ ദിസ് പാറ്റേൺ. അതായത് ഇതിനൊരു പാറ്റേൺ ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്ത 3 ട്രയാങ്കിൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര ഡോട്ടുകൾ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ട്രയാങ്കിൾ, അതായത് ഈ ഒരു ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എപ്പെക്സിൽ, അതായത് അതിൻ്റെ ടോപ്പിൽ ഒരു ഡോട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് എത്രയായി, അടിയിൽ 2 എണ്ണമായി. ഇനി ഈ ഒരു ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് 1, പിന്നെ 2, പിന്നെ 3 അല്ലേ, ഇവിടെ 1, പിന്നെ ഇവിടെ 2, ഇവിടെ 3. അടുത്ത ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4. ഇപ്പോൾ നോക്കി ഈ ഓർഡർ നോക്കി, ആദ്യത്തെ ട്രയാങ്കിൾ 1ഉം 2ഉം, അടുത്ത ട്രയാങ്കിൾ 1 2 3, അപ്പോൾ അടുത്തതിൽ 1 2 3 4. അപ്പോൾ അടുത്തതിൽ എങ്ങനെ വരാം, 1 2 3 4 and 5. അടുത്തതിൽ എങ്ങനെ വരും, 1 2 3 4 5 6. പിന്നെ അടുത്തതിൽ എന്ത് വരും, 1 2 3 4 5 6 7 എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഫ്രം ദി സീക്വൻസ് ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സ്ക്വയർ, റെക്ടാങ്കിൾ, റെഗുലർ പെൻറ്റഗൺ ആൻഡ് സോ ഓൺ ദി റെഗുലർ പോളിഗൺ ഫ്രം ദി ഫോളോയിങ് സീക്വൻസ്. അതായത് നമ്മുടെ അടുത്ത് എന്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, സ്ക്വയർ തന്നിട്ടുണ്ട്, പെൻറ്റഗൺ തന്നിട്ടുണ്ട്, അങ്ങനത്തെ കുറച്ച് സീക്വൻസ് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് സീക്വൻസ്, പോളിഗൺസിൻ്റെ ഒരു സീക്വൻസ് ആണ് തന്നിരിക്കുന്നത്. എന്നിട്ട് താഴെ പറയുന്ന സീക്വൻസുകൾ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് സൈഡുകളുടെ സീക്വൻസ്. അപ്പോൾ എങ്ങനെ വരാം, ട്രയാങ്കിളിന് 3 സൈഡ്, അപ്പോൾ 3, സ്ക്വയറിന് 4 സൈഡ്, പെൻറ്റഗണിന് 5 സൈഡ്, കഴിഞ്ഞിട്ട് വരുന്നതിനൊക്കെ 6 സൈഡ് അല്ലേ, 6 7 സൈഡ്. അപ്പോൾ അത് കിട്ടിയില്ലേ. ഇനി സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ, ഇന്നർ ആംഗിളിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, കണ്ടോ. സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് n-2 × 180 എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്താൽ മതി, ഇത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്, സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് n-2 × 180 ആണ്, അറിയാലോ. അപ്പോൾ ഇവിടെ ആദ്യം തന്നിരിക്കുന്നത് നമുക്ക് ട്രയാങ്കിളാണ്. അപ്പോൾ ട്രയാങ്കിളിന് 3 - 2 × 180 എന്ന് കൊടുക്കാം. അപ്പോൾ എത്ര കിട്ടും, 1 × 180. എത്ര കിട്ടി, 180. അപ്പോൾ ഇവിടെ ആദ്യം വരേണ്ടത് ഏതാണ്, 180 ആണ് ഇവിടെ ആദ്യം വരേണ്ടത്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് അടുത്തത് ചെയ്ത് നോക്കാം. അടുത്തതെന്ന് പറയുന്നത് എന്താ, സ്ക്വയറിന് എത്ര സൈഡ് ഉണ്ട്, 4 സൈഡ്. അപ്പോൾ 4 - 2 × 180. 4 - 2 2 × 180 എത്ര കിട്ടും, 360 എന്ന് കിട്ടും. അപ്പോൾ അടുത്തത് 180 കഴിഞ്ഞാൽ 360. ഓക്കെ അല്ലേ. ഇനി അടുത്തത് നമുക്ക് ഏതാ തന്നിരിക്കുന്നത്, പെൻറ്റഗൺ എന്ന് പറയുമ്പോൾ 5 സൈഡ് അല്ലേ. അപ്പോൾ 5 - 2 × 180. അപ്പോൾ എത്ര കിട്ടും, 5 - 2 3 × 180. 3 × 180 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും, 540 കിട്ടും അല്ലേ, 140. കണ്ടോ. അപ്പം അങ്ങനെ സീക്വൻസ്, അതായത് ഇവിടെ n-2 × 180 ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് n-2 × 180 ആണ്. ഇത് ഓർത്ത് വെക്കണം, ഇതാണ് നിങ്ങൾക്ക് അറിയേണ്ട സംഭവം. ഇതിൽ n എന്ന് പറയുന്നത് അതിന് എത്ര സൈഡ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്തത് എന്താ, ഔട്ടർ ആംഗിളിൻ്റെ സമ്മ് എന്ന് പറയുന്നത് എപ്പോഴും എല്ലാത്തിനും 360 ആയിരിക്കും കേട്ടോ. 360 ആയിരിക്കും എല്ലാത്തിൻ്റെയും, ഏത് ഷേപ്പ് എടുത്താലും അതിൻ്റെ എല്ലാത്തിൻ്റെയും ഔട്ടർ ആംഗിളിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 360 ആയിരിക്കും. അപ്പോൾ 360. ഇനി ആൻ ഇന്നർ ആംഗിൾ, ഒരു ഇന്നർ ആംഗിളിൻ്റെ സം ഓഫ് ഇന്നർ ആംഗിളാണ് പഠിച്ചത്. അതായത് ഇന്നർ ആംഗിളിൽ മൊത്തത്തിൻ്റെ, അതായത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ട്രയാങ്കിൾ എന്നാണ് തന്നിരിക്കുന്നത്. ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രയാങ്കിളിന് 3 ഇന്നർ ആംഗിളാണുള്ളത്. ഈ 3 ഇന്നർ ആംഗിളിൻ്റെയും കൂടി സമ്മ് എത്ര വരും, n-2 × 180 വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും, n എന്ന് പറയുന്നത് 3 - 2 × 180. നമുക്ക് എത്ര കിട്ടും, 180 തന്നെ കിട്ടും. അപ്പോൾ ഈ 3 എണ്ണത്തിൻ്റെയും കൂടി സമ്മ്, ഇത് 3 എണ്ണം കൂടി കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന സമ്മാണ് ഇന്നർ ആംഗിളിൻ്റെ സമ്മ്. അതാണ് നമ്മൾ ഈ ഒരു സീക്വൻസിൽ എഴുതിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ ചോദിച്ചത് എന്താ, ആൻ ഇന്നർ ആംഗിൾ, ഒരു ഇന്നർ ആംഗിളിൻ്റെ
അളവാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ 3 എണ്ണത്തിൽ ഒരെണ്ണത്തിൻ്റെ അളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? 3 എണ്ണത്തിൽ ഒരെണ്ണത്തിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അളവോ ഇതിൻ്റെ അളവോ ഇതിൻ്റെ അളവോ നമുക്ക് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? ആദ്യം നമുക്ക് ട്രയാങ്കിളിൻ്റെ കണ്ടുപിടിക്കാം. ആദ്യം ട്രയാങ്കിളിന് എത്രയുണ്ട്? ട്രയാങ്കിളിന് ആകെ 180 ആണ് 3 കൂടി കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത്. ബാക്കി എത്ര ഉണ്ട്? നമുക്ക് 3 ആംഗിൾ ഉണ്ട്. അപ്പം ആ 180നെ 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ പോരെ? മതിയില്ലേ? അപ്പം എത്ര കിട്ടും? 3 അല്ലേ 18, അപ്പം 60 ഡിഗ്രി എന്ന് കിട്ടും അല്ലേ? ശരിയല്ലേ? അപ്പോൾ 60 × 3 ചെയ്താൽ നമുക്ക് 180 കിട്ടില്ലേ? അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 60 ആണ്. മനസ്സിലായില്ലേ? ഇത് 60 ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ സ്ക്വയറിൻ്റെ. അപ്പോൾ സ്ക്വയറിൻ്റെ ഇന്നർ ആംഗിളിൻ്റെ മൊത്തം സം എത്രയായിരുന്നു? നമുക്ക് കണ്ടുപിടിക്കാം. n - 2 × 180 വെച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ എത്ര വരും? n എന്ന് പറയുന്നത് സ്ക്വയർ 4. അപ്പോൾ 4 - 2 × 180. 4 - 2 എന്ന് പറയുന്നത് എത്രയാണ്? 2. അപ്പോൾ 2 × 180. 2 × 180 എന്ന് പറയുന്നത് എത്ര കിട്ടും? നമുക്ക് 360 എന്ന് കിട്ടും അല്ലേ? 360. ഇനി 360 അല്ലേ മൊത്തത്തിൻ്റെ സം? അതായത് സ്ക്വയറിന് എത്ര സൈഡ് ഉണ്ട്? 4 സൈഡ് ഉണ്ട്. ഇതൊരു സ്ക്വയർ എടുക്കുകയാണെങ്കിൽ സ്ക്വയറിന് 4 സൈഡ് ഉണ്ട്. 4 സൈഡിൻ്റെയും സമ്മാണ് എന്തെന്ന് പറയുന്നത്? 360 എന്ന് പറയുന്നത്. അപ്പോൾ 4 എണ്ണത്തിൻ്റെയും സം 360 ആണെങ്കിൽ ഒരെണ്ണത്തിന് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? എത്ര സൈഡ് ഉണ്ടെന്ന് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. 4 എണ്ണം വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. എത്ര കിട്ടും? 36, 4, 9 അല്ലേ? 9, 90. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 90 എന്ന് കിട്ടി. അപ്പോൾ എത്രയും നമുക്ക് അങ്ങനെ ചെയ്താൽ മതി എല്ലാത്തിൻ്റെയും എന്ന് പറയുന്നത്. ഇനി എന്താണ്? ഒരു ഔട്ടർ ആംഗിളുടെ സമ്മ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാത്തിൻ്റെയും ഔട്ടർ ആംഗിളുടെ സമ്മ് 360 ആയിരുന്നു. അപ്പോൾ ട്രയാങ്കിളുടെ കേസ് വരുമ്പോൾ എന്ത് വരും? ട്രയാങ്കിളിന് 3 സൈഡ് അല്ലേ? അപ്പോൾ എത്ര വരും? 360/3 വരുന്നത്. 360/3 വരുമ്പോൾ നമുക്കറിയാം 3 36 എത്ര പ്രാവശ്യം പോവും? 12 പ്രാവശ്യം പോവും. അപ്പോൾ എത്രയാണ്? 120 ആണ് എന്തെന്ന് പറയുന്നത്? ഒരു ഔട്ടർ ആംഗിളിൻ്റെ സം എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? നമ്മുടെ സ്ക്വയർ ആണ്. അപ്പോൾ 360/4 അല്ലേ? അപ്പോൾ 4 എന്ന് പറയുമ്പോൾ എത്ര വരും? 4 ആണ് 36. അപ്പോൾ എത്ര വരും? 90 എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് എന്താ കണ്ടുപിടിക്കേണ്ടത്? പെൻറ്റഗൺ അല്ലേ? അപ്പോൾ 360 × 5. നമുക്ക് 360/5 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 72 എന്ന് കിട്ടും. അപ്പം അതാണ് ഔട്ടർ ആംഗിളിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇത്രയേ ഉള്ളൂ ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്ത പാർട്ടായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ന് ഇത്രയും ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പോലെയാണ്, ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ പോലെയാണിത്. ഇതിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ വലിയ കാര്യങ്ങൾ ഇനി വരുന്നേ ഉള്ളൂ. ഇതിൽ മിക്കതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ ഇത് കണ്ടുപിടിക്കാനുള്ള ഈ ഒരു ഇക്വേഷനും പഠിച്ചു വയ്ക്കുക. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും നല്ല പോലെ പഠിച്ചു വയ്ക്കുക. അത് രണ്ടും മാത്രമാണ് ഇതിനെ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ. ബാക്കിയൊക്കെ നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.